ഇടുക്കി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ 21ാമത് വാർഷിക സമ്മേളനം ഓഗസ്റ്റ് 10-ാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പാരിഷ് ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യും. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രതിനിധി സമ്മേളനം, ന്യൂനപക്ഷ അവകാശ സംരക്ഷണ കൺവെൻഷൻ, പ്രതിഭകളെ ആദരിക്കൽ, എൻഡോൺമെന്റ് സമർപ്പണം, വിമൻസ് കൗൺസിൽ, യൂത്ത് കൗൺസിൽ ഭാരവാഹി സംഗമം എന്നിവ സംഘടിപ്പിക്കും. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ കേരള കാത്തലിക് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ കെ.എം. ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തും. രൂപത ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ പ്രവർത്തന മാർഗരേഖ അവതരിപ്പിക്കും. ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ, ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ, രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് പാറക്കുടി, രൂപത ട്രഷറർ ജോസഫ് തേവർപ്പറമ്പിൽ, ഗ്ലോബൽ സെക്രട്ടറി ജോർജ് കുട്ടി പൂതക്കുഴി, ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം തുടങ്ങിയവർ സംസാരിക്കും. യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്ലോബൽ ഭാരവാഹികൾ പ്രഥമ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയിന്നിലം, സംസ്ഥാന നാടക അവാർഡ് ജേതാവ് കെ.സി. ജോർജ്, രൂപതയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട SMYM ഭാരവാഹികൾ എന്നിവരെ ആദരിക്കും. ലീലാമ്മ തോമസ് മെമ്മോറിയൽ അമ്മയ്ക്കൊപ്പം എൻഡോൺമെന്റ് 25,000 രൂപയും മെമന്റോയും സമർപ്പിക്കും. ഈ സമ്മേളനത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി പ്രസിദ്ധീകരിക്കുകയും ഈ ജനവിഭാഗത്തിന് അനുകൂലമായിട്ട് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. 3 വർഷക്കാലത്തിന് മുമ്പ് ഞങ്ങൾ ഇതുപോലെ തന്നെ നടത്തിയ ഒരു വാർഷിക സമ്മേളനത്തിലാണ് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രത്യേകിച്ച് ബഫർ സോണിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ഒരു വർഷം 44 കേന്ദ്രങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭം നടത്തുന്നതിനും ബഫർ സോണിൽ ഇരയാക്കപ്പെടുന്ന ഈ പ്രദേശത്തെ ജനങ്ങളുടെ സമുദായങ്ങളുടെ മാത്രമല്ല ഇതര മതസ്ഥരുടെയും ഒക്കെ പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെയും അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞു. അതിൻ്റെ ഫലമുണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒപ്പമുണ്ടോ എന്ന് പറയുന്ന അധികാരികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ഈ കാര്യങ്ങളിൽ വേണ്ടത്രയൊരു ജാഗ്രത പുലർത്തുന്നില്ല. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ ഞങ്ങൾ അതിശക്തമായിട്ട് ഉയർത്തുന്ന രണ്ടാമത്തെ ആവശ്യം, പ്രമേയം എന്ന് പറയുന്നത് കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളത് തന്നെയാണ്. അത് വന്യമൃഗ ആക്രമണം മൂലമുണ്ടാകുന്ന പ്രതിസന്ധി ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനന്തമായി നീളുന്ന ESI, EFL പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഒരിക്കൽ ഒഴിവാക്കിയ പല വില്ലേജുകളെയും പല ഭൂപ്രദേശങ്ങളെയും വീണ്ടും അതിനകത്ത് ഉൾപ്പെടുത്തുന്ന പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സമുദായ താല്പര്യത്തിനപ്പുറത്ത് കർഷകരുടെ, ഈ മലയോരത്തെ മേഖലയിലെ ജനങ്ങളുടെ വലിയ പ്രശ്നമാണ്. അത് ഉയർത്തിക്കൊണ്ടാണ് ഈ സമ്മേളനം നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കൽ, ഡയറക്ടർ ഫാദർ ജോസഫ് പാറക്കുടി, ട്രഷറർ തോമസ് ചാണ്ടി തേവർപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു.